കൊച്ചമ്മ ചായ. എന്ത് ഇന്നൊരു ഉത്സാഹം ഇല്ലാത്ത പോലെ? എന്ത് പറ്റി? ഞാൻ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അല്ല കൊച്ചമ്മ, പ്രതീക്ഷ കുഞ്ഞിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനാണ് വാക്ക് പറഞ്ഞത്. പ്രതീക്ഷ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. അതല്ലടാ, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആര്? എന്റെ മുത്തു, അതല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്ന് ഒരാളുണ്ട്. അവസാനം ഇന്നലെ രാത്രിയില് എന്റെ മുറിയിൽ വരെ അത് ഫോളോ ചെയ്ത് വന്നു. എന്നിട്ടെന്ന് പറഞ്ഞാൽ അതിപ്പം ആരാന്ന് എങ്ങനെയാന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കറുത്ത കയ്യ്, അത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് അവനാണോ അവളാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സംഗതി ഞാൻ കണ്ടതാ. എന്നിട്ട് എന്റെ അലമാരിക്കകത്തുനിന്ന് പാസ്പോർട്ടും പിന്നെ കുറച്ച് നല്ല വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സും അടിച്ചുകൊണ്ട് പോയി. പാസ്പോർട്ട് മാത്രമല്ലേ എടുത്തുള്ളൂ, ഡോക്യുമെന്റ് ഒന്നും എടുത്തോണ്ട് പോയില്ല. അതെങ്ങനെ നിനക്കറിയാം? അല്ല കൊച്ചമ്മ പറഞ്ഞങ്ങനെ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും കാണാതെ പോയി, അത് അയാൾ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊഹിച്ചെടുത്തായിരിക്കും. ഊഹിച്ചെടുത്തു. പ്രശോഭേ, എന്തോ ഞാനേ നമ്മുടെ മുത്തുവിനൊരു കാര്യം പറയാം. ഇന്നലെ രാത്രിയില് എന്റെ മുറിയിൽ വന്ന് ആരോ പാസ്പോർട്ടും കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ഒരു കറുത്ത കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആരാന്ന് എനിക്കങ്ങനെ അറിയാം. അതാണ് ഞാൻ പറയാൻ വന്നത്. നീ എന്താ ചെയ്യണമെന്നറിയോ? നീ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് ആ സ്റ്റേഷനിലൊന്ന് കയറുക. ഞാൻ CA വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് പറയണം, കാരണം ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പാസ്പോർട്ടുമാണ് പോയത്. അതെ കൊച്ചമ്മ, പോലീസൊക്കെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിനൊരു മാനം കെട്ട ഇടപാടാണ്. ചേട്ടാ, എന്തോന്ന് മാനക്കേട്? ഒരു ക്രൈം നടന്നിട്ട് അവിടെ പോലീസ് വന്നില്ലെങ്കിലാണ് മാനക്കേട്. നിങ്ങളുടെ മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ, അത് ഇവിടെയൊക്കെ തന്നെ കാണും, നമുക്ക് നോക്കാം. എവിടെ കാണാൻ? ഇനി എവിടെ? ഞാൻ നോക്കാൻ വേറൊരു സ്ഥലം. എൻ്റെ പൊന്നു കുഞ്ഞെ, അപ്പം തൊട്ട് ഞാൻ അന്വേഷിക്കുക. ഇത് ഇവിടുന്ന് പോയി അതാരോ മനഃപൂർവ്വം എടുത്തോണ്ട് പോയതാണ്. പക്ഷെ അത് ആരാണ് എടുത്തതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അല്ല, നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണേ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് പരത്തിക്കളയും ഇല്ലേ? അതാണ്. നാട്ടുകാരെന്ത് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? പോയത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സാ. അത് തിരിച്ചു കിട്ടിയേ പറ്റുമോ? അതിന് നാട്ടുകാരുടെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോകുന്ന വഴിക്ക് കയറാം. അതല്ല നിനക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാൻ പോണോ? വേണ്ട, ഞാൻ പൊക്കോളാം. അവിടെ ചെന്ന് ഞാനേ CA വിളിച്ച് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു റിട്ടേൺ ആയിട്ടൊന്ന് എഴുതി കൊടുക്കാൻ. അത് നീ കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും. ഞാനും കൂടെ സംസാരിച്ചോ കേട്ടോ? ശരി. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യുമെന്ന് പറ. ഞാനും അങ്ങോട്ട് നിൽക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. അയ്യോ, പാസ്പോർട്ട് എടുത്തത് ഞാനാണെന്നങ്ങ് പറഞ്ഞാല? വേണ്ട, ഡോക്യുമെന്റും എടുത്ത ഞാനാണെന്ന് പറഞ്ഞോളെ. പോലീസ് വരികയാണെങ്കിൽ കൂടെ പട്ടിയും കാണും. ഹലോ, എന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അയ്യാ, ഇവിടെ ആര് വിളിക്കാൻ പറഞ്ഞു? അങ്ങനെ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. പിന്നെ നീ ഇവിടെ എനിക്ക് നല്ല പണി വന്നിട്ടാണ് പോയെന്ന് എനിക്കറിയാം. നീ നോക്കിക്കോ, നീ തിരിച്ചു വരുമ്പോ അതിന്റെ പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. നീ അമ്മയുടെ മുറിയിൽ നിന്ന് പ്രതീക്ഷന്റെ പാസ്പോർട്ട് എങ്ങാനും എടുത്തായിരുന്നാ? പാസ്പോർട്ടോ? എനിക്കെന്തിനാ അവന്റെ പാസ്പോർട്ട്? ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ വെക്കാൻ നോക്കല്ലേ. നിങ്ങളുടെ ഈ ടോർച്ചർ സഹിക്കാൻ പറ്റാതെയാ ഇച്ചിരി റിലാക്സ് ആവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടീ,
ടോർച്ചർ ഞാനാണ് സഹിച്ചുകൊണ്ടിരുന്നത് കേട്ടാ. അല്ല ഞാനൊന്നും എടുത്തിട്ടില്ല. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റൂല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ വേറെ എന്തെങ്കിലും അമ്മയുടെ ഡോക്യുമെന്റ്സ് എങ്ങനെ എടുത്തായിരുന്നു അതിന്റെ അകത്തൊന്നും? എനിക്കെന്തിനാ നിങ്ങളുടെ അമ്മയുടെ ഡോക്യുമെന്റ്സ്? എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. ഞാൻ എന്താ പോലീസ് കേസ് കൊടുക്കാൻ പോയത്? ലാസ്റ്റ് ഞാൻ കള്ളിയല്ല, എന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞു വന്നോണ്ടല്ല ഞാൻ തിരിഞ്ഞു നോക്കൂല. ലാസ്റ്റ് പത്രത്തിൽ ഫോട്ടോ വരും, എല്ലാരും അറിയും, നാറുകയും ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവരെയും കൂട്ടി വേഗം ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തു വെച്ചേക്കാം. ഞാൻ വെക്കുവാ. അല്ല കുഞ്ഞേ, എന്തെങ്കിലും ഒരു സിഗ്നൽ ഒന്നുകൂടെ ബാക്കി നിൽക്കണം എന്നുള്ളത്. ഇനി വരുമ്പോ ഞാൻ സിഗ്നൽ തരാം. കുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നേണേ. എന്താ? ഈ ചെറിയ കാര്യത്തിനൊക്കെ പോലീസ് വരും. പോലീസിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ അവർക്ക് അത് അന്വേഷിക്കണം. അല്ല, ഒരു കാര്യം, ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോഴേ കേസ് അങ്ങ് തീർക്കും അല്ലേ? അതൊന്നും പറയാൻ പറ്റൂല. അതെന്ത്? പിടിക്കണവനെ പോലെ ഇരിക്കും. പിടിക്കണവന്റെ മനസ്സ് കുഴപ്പമില്ല, ശാന്തമാണെന്നുണ്ടെങ്കിൽ അവൻ കേസ് അറിഞ്ഞ അവൻ അങ്ങ് വഴുത് വിടും. പക്ഷെ പിടിക്കണവന്റെ മനസ്സ് ക്രൂരമാണെങ്കിൽ ഉണ്ടല്ല, ആണെങ്കിൽ അടിച്ചു തൊലച്ചു കളയുന്ന പെറ്റ തള്ള സഹിക്കൂല. മനസ്സിലായില്ല. അണ്ണ കൂമ്പിനിട്ടിടി, ഉള്ളം കാലിലിടി. തലമണ്ടയിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അറിഞ്ഞൂടാ. പിന്നെ പോണവനും വരണവനും എല്ലാം കയറി മേയി. ഒരുത്ത അടിച്ച പോരെ വന്നവനും പോണവനും അടിക്കണമെന്ന്. അതൊക്കെ അവന്റെ മനസ്സുപോലെ ഇരിക്കും. മൂത്രം പോയാ നന്നാവും. കുഞ്ഞെ, എനിക്ക് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു തോന്നുന്നു. ഒരാഴ്ച ഞാൻ നിന്നിട്ട് വരട്ടാ. അമ്മയും ഞങ്ങളൊക്കെ ഇത്രയും നാൾ അമ്മേന്റെ അടുത്ത് പറഞ്ഞില്ലേ പോയി കണ്ടിട്ട് വരാം. അപ്പോഴൊന്നും കാണാണ്ടായിരുന്നല്ല. അല്ല, ഇപ്പോഴങ്ങനെ തോന്നണം. എന്തോ ഇനിയിപ്പൊ പറ്റൊന്നുമില്ല. അന്ന് ഇവിടെ വേണം. ഈ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, പോയിട്ട് ആ മീനും വാങ്ങിച്ച് മലക്കറി വാങ്ങിച്ചിട്ട് അതുവഴി പോയി അമ്മയെ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരട്ടാ. എന്റെ അണ്ണ ഈ കേസ് കൊടുത്തോണ്ടല്ല, അണ്ണ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരും. പിന്നെ അമ്മയ്ക്ക് വയ്യായിക കൂടും, അവിടെ ഉള്ളവരൊക്കെ അറിയും. ലാസ്റ്റ് അയ്യോ എനിക്ക് മതി കുഞ്ഞു പൊക്കോ. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് ഇടികിട്ടും. അളിയാ, എവിടാ? നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് വാ. എടാ, വരണ്ട കാര്യമുണ്ട്, നമുക്ക് വന്നിട്ട് നേരിട്ട് തന്നിച്ച് സംസാരിക്കാം. നീ വാ. ശരി. ആന്റി, എനിക്ക് ആന്റിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തിനാണ്? ആന്റിയുടെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തില് ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തും. പിന്നെ സുരഭീനെ തല്ലിയതിന് ആന്റി എക്സ്ട്രീംലി സോറി. അയ്യോ, മക്കളെന്തിനാണ് സോറി പറയണത്? അതൊന്നും സാരമില്ല. ജീവിതമൊക്കെ ആകുമ്പോ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടാവും. പക്ഷെ അത് സംസാരിച്ചൊക്കെ തീർക്കണം. അതുകൊണ്ടായിരിക്കും ആന്റി എന്റെ അടുത്ത് കുറെ നേരം മിണ്ടായിരുന്നത് അല്ലേ? ഇനി നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാൻ അധിക നാളിവിടെ ഉണ്ടാവില്ല. ഉടനെ തന്നെ എന്റെ പാസ്പോർട്ട് വരും. പാസ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നാട് വിടും. മക്കളെങ്ങനെയാണ് ബുദ്ധിമുട്ടാണത്? നീ ഞങ്ങളുടെ സ്വന്തമല്ലേ? നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണല്ലോ നമ്മൾ സ്വന്തം എന്ന് വിളിക്കുന്നത്. എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്നതൊന്നും ഒരു അർത്ഥമില്ലല്ലോ ആന്റി. അല്ല, പ്രതീക്ഷയാണ് എന്തിനമ്മ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാവത്തോണ്ടാണ് അമ്മ ഇത്ര സമയം കേട്ടോണ്ടിരുന്നത്. അവൻ എന്റെ അടുക്ക സോറി പറഞ്ഞു നിന്നെ തല്ലിയതിന്. ഞാനപ്പോ പറഞ്ഞു സാരമില്ലെന്ന്. പിന്നെ അവൻ വേറൊരു കാര്യം പറഞ്ഞു. എന്ത്?
അവന്റെ പാസ്പോർട്ട് ഉടനെ കിട്ടുമെന്ന്, അവൻ പോണേണെന്ന്. എന്തായാലും അമ്മയടുത്ത് മിണ്ടിയല്ല, എനിക്കത് മതി. നിന്റെ അടുക്കെ പാസ്പോർട്ട് ഉണ്ടാ? എന്തിന്? പിന്നെ അവൻ പോയാ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് പോണ്ടേ? അതിന് പ്രതീക്ഷ പോയിട്ട് വേണ്ടേ? എന്നിട്ടല്ലേ ഞാൻ പോണത്. കൊച്ചുമണി, ഈ പിള്ളേരിത് എന്തൊക്കെയാണ് പറയണത്? മാമി, സുരഭിയേ. ദാ ആ മാമി, ഇതെന്തൊരു മാമി ചൂട്ടും കൊതുമ്പൊക്കെ ആയിട്ട് ഇവിടെ ഗ്യാസ് ഇല്ലേ? ഓ, ഗ്യാസ് ഒക്കെ ഉണ്ട്. ആ അച്ചാറുണ്ടാക്കാൻ ഗ്യാസ് ഉപയോഗിച്ചാലേ ഉം. അത് വിറ്റ് കിട്ടുന്ന പൈസ ഗ്യാസ് നിറയ്ക്കാനേ തികയുള്ളൂ. മാമി എന്തായാലും ധൈര്യമായിട്ടിരിക്കും, നമുക്ക് ബിസിനസ് ഒന്ന് പച്ച പിടിപ്പിക്കാം. എന്റെ കയ്യിൽ കുറച്ച് പുതിയ ബിസിനസ് പ്ലാൻസ് ആൻഡ് ഐഡിയാസ് ഉണ്ടോ മാമി? ഓ വേണ്ടടേ. അല്ല, നിന്റെ കയ്യിൽ പ്ലാൻ ഉള്ളോണ്ടാണല്ല മുടിയിൽ ഇങ്ങനെ ചായവും തേച്ച് തേരാപ്പാര നടക്കണത്, ഗതി പിടിക്കാതെ. രാവിലെ അപമാനം. പ്രതീക്ഷേ, ഡാ. അവൻ റെഡി ആവണേന്ന് തോന്നുന്നു. രവി, എവിടെ പോണ? ആ പ്രതീക്ഷനെ ആരെ കാണണോന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചത്. ബിസി സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതെ, എവിടെ പോയാലും എന്റെ അടുത്ത് പറയണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, പറയണം. നിങ്ങളുടെ വഴക്ക് തരം മാറിയില്ലേ? അത് തീരുന്നു തോന്നുന്നില്ല. ആ ഇറങ്ങാം. ആ പോവാം. മകളെ ചായ പിടിച്ചിട്ട് പോകട്ടെ. ഓ വേണ്ട മാമി, മാമിയുടെ ഗ്യാസ് ചിലപ്പോൾ തീർന്നതല്ല. ഓടാ. ആ അണ്ണനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. അണ്ണാ എന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ട് എന്ത് കൊണ്ടുവരാത്ത? ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് കൊണ്ടുപോയല്ലേ? കൊണ്ടുതരാം കേട്ടാ കൊണ്ടുതരാം. ആ അണ്ണൻ എന്തിനാ ഒരു വെപ്രാളം? എന്തിരേ? എനിക്കൊരു വെപ്രാളല്ലോ, നിനക്കെന്തൊരു വെപ്രാളം? എനിക്ക് വെപ്രാളല്ല, അണ്ണന് എന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ അണ്ണന്റെ മുഖം ഇങ്ങനെ വെളറി വെളുത്തൊന്നും ഇരിക്കൂലല്ല. അല്ല നിന്റെ മുഖമാണ് വെളുത്തിരിക്കുന്നത്. ഇവിടെ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. ഒരു കാര്യം പോയിട്ടോ, ചായ കുടിച്ചിട്ടോ. ചായ കുടിക്കാനോ? ഓ, ഒരുമാതിരി വാടിയിരിക്കുന്ന മുഖം, അതുകൊണ്ട്. എന്നാ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് എന്റെ അണ്ണന് ഇത്രയും സ്നേഹം ഞാൻ അറിഞ്ഞില്ല. പോയിട്ടേ. ഹലോ, നിങ്ങളുടെ പാസ്പോർട്ട് എന്റെ കൈവശമുണ്ട്. എടോ, ഇയാൾ ഇത് തന്നെയല്ലേ എന്നെ ഇന്നലെ വിളിച്ചും പറഞ്ഞത്? അതെ, നിങ്ങളുടെ പാസ്പോർട്ട് എന്റെ കൈവശം തന്നെയാണുള്ളത്. നിങ്ങളുടെ തന്നെയല്ലേ അത്? എടോ, തന്റെ ഇരിക്കുന്ന പാസ്പോർട്ട് എന്റെ ആണോ അതോ തന്റെ ആണോ തനിക്കില്ലേ അറിയത്തുള്ളൂ. ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ഇല്ല, അത് നിങ്ങളുടെ തന്നെയാണ്. ശരി, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണം? താൻ പറഞ്ഞു. മര്യാദയ്ക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിനെ ഞാൻ കത്തിച്ചു കളയും. എടോ, ഞാൻ എങ്ങോട്ട് എപ്പ എങ്ങനെ പോണോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പിന്നെ എന്റെ പാസ്പോർട്ട് എങ്ങാനാണ് തന്റെ കയ്യിലുള്ളതെങ്കിൽ താൻ അത് കത്തിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ കയറി കത്തിക്കും. പറഞ്ഞില്ല? ഹലോ, ആരളി എന്തോന്നു? ഒന്നുമില്ലടേ. ഇന്നലെ രാത്രി മുതലേ ഏതോ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് അവന്റെ പാസ്പോർട്ടൊക്കെ അവന്റെ കയ്യിലുണ്ടെന്നാ പറയാം. ഏതാ പോയി? ആ, തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അവെന്തോ പറയണേ? ഞാന് എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കയറണം പോലും. കേറിയില്ലെങ്കിലേ എന്റെ പാസ്പോർട്ട് അവൻ കത്തിച്ച് കളയും. കുടുംബസ്നേഹമായിട്ടുള്ള ഏതാ തീവ്രവാദിയാ? എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കേ എന്റെ വീട് വരെ ഒന്ന് പോവാം. എന്തിന്? അല്ല, ഇന്നലെ എന്റെ ചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പാസ്പോർട്ട് എനിക്ക് തരാമെന്ന്. അതിനുശേഷം ഇങ്ങനത്തെ ഓരോ കോളുകൾ വരാൻ തുടങ്ങിയത്. എന്താണെന്ന് അറിയണമല്ലോ. അറിയണം. മഴ തോരട്ടെ. ഞാൻ തുറന്നിട്ട് പോ. മുത്തോണ നല്ല ചായ, നല്ല ചൂട് പരിപ്പോടെ. അണ്ണ മാറി, ഞാൻ ഇരിക്കാൻ. അണ്ണാ, മുത്തോണ്ണ നീ വന്നാ? എന്തിനാണ് നിങ്ങക്ക്? ഞാൻ വന്നപ്പോ മുതൽ പറഞ്ഞു നിങ്ങക്ക് എന്തിനോ ഒരു വെപ്രാളം ഉണ്ടെന്ന്. എന്തിനാ കാര്യം? ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു സാധനം തന്നാ നീ സൂക്ഷിച്ചു വയ്ക്കുവോ? എന്തൊരു സാധനമാണോ? വല്ല ബോംബും മറ്റോ ആണോ? ഒന്നും അല്ലടി. അയ്യേ, ഈ റേഷൻ കാർഡാണ് ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞത്. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. എന്റെ പൊന്നിന് റേഷൻ കാർഡ് എന്ന് പറഞ്ഞത് റേഷൻ കടയിൽ നിന്ന് കൊണ്ടു കൊടുത്തല്ലായിരുന്നു. ഇതാണ് പാസ്പോർട്ട്. പാസ്പോർട്ടാ? ഓ, അയ്യോ, ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് കാണണോ.
അണ്ണ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? അണ്ണ എനിക്കും കൂടെ ഒന്ന് വാങ്ങിച്ചു അണ്ണ. എനിക്ക് പ്ലെയിനിൽ കയറാൻ കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന അണ്ണ എനിക്കും കൂടെ ഒന്ന് അത് ആ സമയമാകുമ്പോൾ ഞാൻ കൊണ്ടുപോവാം. ഇതേ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം കേട്ടാ. സൂക്ഷിച്ചു വെച്ചോളാം, ഞാൻ എന്റെ വെറ്റിലെ സഞ്ചിക്കകത്ത് ഇട്ടോളാം. പോരെ? ഓ മതി മതി മതി. ആ ശരി. പിന്നെ നിന്റെ ഫോൺ ഞാൻ നാളെ തരാം. ആഹാ ഇന്നും കൊണ്ടുപോവേണ അണ്ണ, എനിക്കത് ആവശ്യമുണ്ട് അണ്ണ, തന്നിട്ട് പോണ്ണ. എന്റെ പൊന്ന് ചക്കരയില്ലേ, ഞാൻ നാളെ തരാം. അണ്ണ ഈ ഒറ്റ പിടിയിലാണ് ഞാനങ്ങ് വീണ് പോണത്. ശരി, സൂക്ഷിക്കണം, ആർക്കും കൊണ്ട് കടുക്കരുത്, കൊടടുത്തും കൊണ്ട് കളയരുത്. ഇല്ല ഇല്ല. അപ്പോ ഇതും അതുപോലെ സൂക്ഷിച്ചു വെക്കണേ. ഓ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാന്ന്. അണ്ണ ഈ വെറ്റിലേരെ ഈ സഞ്ചിക്കകത്ത് ഇട്ടോളാം. ശരി, ശരി. ആ ശരി ശരി. പോയിട്ട് പെട്ടെന്ന് വരണേ അണ്ണ. ഓ ഓ ആ ഭയങ്കര തേരിയാ നല്ലത്. സ്കൂട്ടർ എടുത്തോണ്ട് വന്നാ പോരായിരുന്നു അളിയാ. പെട്രോൾ അടിക്കാൻ പോലും അളിയാ കാശില്ല. ഇനി പുറത്തു പോയിട്ട് വരുമ്പോ ഞാൻ നിനക്ക് തരാനുള്ള സെറ്റിൽ ചെയ്യും. എടാ അധികം ഞാൻ സംസാരിക്കത്തില്ല, വീട്ടിലിരിക്കുന്ന എല്ലാത്തിനും വിളിച്ച് പുറത്തേക്കോ. എനിക്കാരും പേടിയൊന്നുമില്ല, ഞാൻ സംസാരിക്കും. ആ അമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും വിളിച്ചിറക്കേണ്ട കാര്യമില്ല. അളിയാ ഞാനധികം സംസാരിക്കാൻ നിൽക്കത്തില്ല, നീ തന്നെ അധികം സംസാരിച്ചാൽ. ഓക്കെ ഞാൻ ഏറ്റല്ലോ, ഞാനുണ്ട്. വാ. ഓഹോ, നീയായിരുന്നോ? ഹായ് അമ്മ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്താണെന്ന് പാസ്പോർട്ട്. സി മേഡം, മേഡം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രതീഷിന്റെ പാസ്പോർട്ട് ഇങ്ങനെ തന്നിരുന്നെങ്കിൽ നമ്മൾ ഇതുവഴിയും പോയനായിരുന്നു. അയ്യോ തന്നാ ഉടനെ പോവും. ആ അത് ശരി. അതേ തരാമായിരുന്നു, പക്ഷെ ഇപ്പൊ തൽക്കാലം സാധനം ഇവിടെ ഇല്ല, പോലീസ് വരട്ടെ. ആ പോലീസ് എന്തിനാണ് മേഡം? പോലീസ് എന്തിനാ വരുന്നത്? ഒരു സാധനം കാണാനില്ല, അത് അവിടെ എഴുതി കൊടുത്തു, അത് അന്വേഷിച്ച് പോലീസ് ഇപ്പൊ വരും. മനസ്സിലായോ? ഇന്നലെ രാത്രി മുതൽ ഇവിടെ പാസ്പോർട്ട് കാണുന്നില്ല. പോലീസ് വരുന്നു. അതെ അമ്മ, പോലീസിന്റെ കാര്യം പറഞ്ഞൊന്നും വരട്ടാൻ നിൽക്കല്ലേ. പാസ്പോർട്ടൊക്കെ കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓ നിന്റെ പേരൊക്കെ പറഞ്ഞു, പോലീസിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോന്ന് സമ്പാദിക്കാനാടാ കോടികള്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വന്ന വഴി ഇറങ്ങി അങ്ങ് പോ. ചുമ്മാ അളിയാ, പാസ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ പാസ്പോർട്ട് ഇന്ന് വരുവാണെങ്കിൽ തരാന്ന്. ഇതെന്താ ഒറ്റ രാത്രി കൊണ്ട് പാസ്പോർട്ട് ആരും എടുത്തോണ്ട് പോകും? ആ മതിയല്ലോ, ഓട്ടിക്കുന്ന ഒരു രാത്രി വേണ്ടല്ലോ, ഒരു സെക്കൻഡ് പോരെ. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ സത്യം തന്നെ. ആ പ്രശോഭ പറഞ്ഞു, പക്ഷെ നേരം വിളിച്ച് പാസ്പോർട്ട് നോക്കിയപ്പോ കാണുന്നില്ല. എനിക്കറിയത്തില്ല, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് ഇപ്പൊ വരും. ഇല്ലമ്മ, എന്തായാലും ഞാൻ പാസ്പോർട്ട് കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പോകത്തുള്ളൂ. മതിയല്ലോ. അതല്ലടിയാ, മേഡം പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. നിന്നെ ഈ പാസ്പോർട്ടിന്റെ പേരും പറഞ്ഞ് എടുത്ത് കിടന്ന് വിളിക്കുന്നില്ലേ? ചുമ്മാ അളിയാ. അല്ലടിയാ, ഏതൊരു ദുഷ്ട ഗുണാന്ന് പറഞ്ഞ ആ പ്രശോഭ വരുന്നല്ലോ. എന്തിനാടാ നീ? അമ്മ ഇനി ഇവിടെ ചെടിച്ചട്ടികളൊക്കെ പൊട്ടിക്കുണ്ടോ? അയ്യോ അത് കഴിഞ്ഞു പോയ സീനാ മോനെ. ഇത്തവണ പുതിയ നമ്പറാ, പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതാ. അല്ല അതൊക്കെ ഇരിക്കട്ടെ, നീ സ്റ്റേഷനിൽ പോയി കണ്ടോ? കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, SI സ്ഥലത്തില്ല, വരുമ്പോ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞ. കൊള്ളാം. അതെ നല്ല സൂപ്പർ കള്ളം. എന്റെ പൊന്നളിയാ, ഇത് ഇവരുടെ രണ്ടുപേരുടെ പ്ലാനിങ്ങാ. ഇവർ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച എന്റെ പാസ്പോർട്ട് ഊച്ചാ പോര്. അതേടാ, ഞങ്ങള് തന്നെ മാറ്റി വെച്ചതാ. സത്യവാദി പറയുന്നത് കേട്ടോ. നിനക്കേ കഴിവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും. കുറെ നേരം കൊണ്ട് പാസ്പോർട്ടേ പാസ്പോർട്ടേ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നല്ലോ. കിട്ടിയാ അങ്ങോട്ട് മല പറിക്കും എന്റെ മോന്. ഇന്നലെയാണോ പാസ്പോർട്ട് കാണാതായത്? ആയിരിക്കും മോളെ. ഇന്നലെ മുത്തോങ്കൾ അച്ഛമ്മയുടെ ഷെൽഫിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചപ്പോ പാറ്റിയോ കൊല്ലാൻ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. മുത്തു ഇനി മുത്തോങ്കളായിരിക്കും അച്ഛമ്മ അതെടുത്തത്? ആവാനാ മക്കളെ സാധ്യത. അയ്യോ അമ്മ തന്നെ ആയിരിക്കും. ഇന്നലെ മുത്തോണ്ണന്റെ അടുത്ത് പോലീസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ നിന്ന് പരിങ്ങിയത് കണ്ടിയാ. നേരാ, അവൻ ആകെ മൊത്തം ഒരു പേടിയായിരുന്നു അന്നേരം. അയ്യോ പിടിച്ചെന്നാണ് തോന്നുന്നത്. ഓടിയാലാ ഉണ്ടളിയാ, പിടിക്കളിയാ. ഞാനല്ല ഓടിക്കരുത്. ഞാനല്ല മുത്തോണ്ണ ഇല്ല ഇല്ല ഞാനല്ല സത്യം ഞാനല്ല ഞാനല്ല ഞാനല്ല. അയ്യോ പിടിക്കില്ല. പറയട്ടെ പറയട്ടെ.
എന്തോന്നാടാ മുത്തു, നീ എവിടെ എടുത്തോണ്ട് പോയതാ പാസ്പോർട്ട്? അത് കൊച്ചമ്മ പ്രതീക്ഷ കുഞ്ഞ് വന്നാലേ കൊച്ചമ്മയ്ക്ക് മനസ്സമാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച പാസ്പോർട്ട് എടുത്ത് ഒളിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പ്രതീക്ഷ കുഞ്ഞിനെ കൊണ്ടുവരാന്ന്. പക്ഷെ പോലീസ് കേസാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കൊച്ചമ്മ. അണ്ണ എന്നിട്ട് എന്റെ പാസ്പോർട്ട് എവിടെ? അത് ഇവിടെ വച്ചിരുന്ന എന്നെ കൈയോടെ പൊക്കൂലേ. ഞാൻ നമ്മളെ രമണിയുടെ രമണിയുടെ വെറ്റിലെ സഞ്ചിയിൽ കൊണ്ടിട്ട്. വേറൊരു സ്ഥലവും നിങ്ങൾ കണ്ടില്ലേ അണ്ണ? അല്ല, ബാങ്കിനേക്കാളും സേഫ് ആണ് ഇവിടെ വെറ്റിലെ സഞ്ചി. ആണോ? അയ്യോ, ഇപ്പൊ കേട്ടല്ലോ. മനസ്സിലാവാത്തവരും കേൾക്കാത്തവരും ഒക്കെ മനസ്സിലാക്കിയല്ലോ. അയ്യോ, എവിടാന്ന് വെച്ചാ എടുത്ത് കൊടുക്കടാ. ഓ, എടുത്തു കൊടുക്കാം. ഓ, പോട്ടെ മേഡം. ചെല്ല്. കൊച്ചമ്മ, അയ്യോ, അതെ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോണത്? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അണ്ണ മുറുക്ക സഞ്ചി. അല്ല, അത് കാണാനൊന്നുമില്ല. അവിടെ തന്നെയാണോ? ആ തന്നെ, ഞാൻ എടുത്തോണ്ട് വന്നാ പോരെ? വേണ്ട അണ്ണ, നമ്മൾ കാണണ്ടേ അത്? അയ്യോ, താഴെ ഇറക്കടാ. അണ്ണ എവിടെ അണ്ണ? ഇവിടെ 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 ഇവിടെയോ? എനിക്കറിയാം ഈ സ്പോട്ട്. നിനക്കറിയായിരുന്നോ? ആ, എനിക്കറിയാം അണ്ണാ. ജമിനിയെ വിളിക്കണ്ട, ചിമ്മിനിയും വിളക്കണേ. ചിമ്മിനിയും വിളക്കണ്ടേ അണ്ണാ. ആ പെണ്ണിന്റെ പേരെന്തോ? ചക്കരയെന്നോ ജമിനി എന്നാണോ വിളിച്ചിട്ട് വന്നു? അത് വീട്ടിൽ പേര് ചക്കര, അല്ലാതെ വിളിക്കുന്നത് രമണി. ആധാറിൽ മാറ്റമുണ്ടോ? ഓ, മാറ്റമില്ല. എന്റെ പൊന്നണ്ണ, അവളുടെ ജാതകം പറഞ്ഞോണ്ടിരിക്കല്ലേ പറഞ്ഞത്. മര്യാദയ്ക്ക് രമണി ഇങ്ങോട്ട് വിളിച്ചേ. എന്റെ പാസ്പോർട്ട് വേണം. ഞാൻ വിളിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്തോന്ന് കുഴപ്പമുണ്ടോ ഇനി? ഈ രമണിയുടെ ഫോൺ എന്റെ കയ്യിലാണ്. അയ്യോ, കംപ്ലീറ്റ് ചേഞ്ച് ആയി. കംപ്ലീറ്റ് നിങ്ങൾ കൈമാറിയോണ്ണ. അണ്ണ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്റെ പാസ്പോർട്ട് എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാം. നില്ല്. അതെ, ചാച്ചി രമണി എവിടെ പോയി? അവളെ ഭർത്താവ് ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് അവള് ഇറങ്ങിപ്പോയി. ജയിലിൽ നിന്ന് വന്നാ? അളിയാ, പാസ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് പാസ്പോർട്ട് വേണം. ഈയിടെ മിണ്ടായിരിക്കും, മാറ്റി തരാം. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ മാറ്റി തരാം. എന്റെ അമ്മയുടെ അമ്മമ്മയുടെ മാറ്റി തരാം. സമാനപ്പെട്. ഇപ്പൊ വല്ലതും വരുമെന്ന് പറഞ്ഞാ? ഇല്ല വരൂലെന്ന് പറഞ്ഞാ? ഇല്ല, ഞാൻ മാറ്റി തരാം കുഞ്ഞെ. ഞാൻ മാറ്റി തരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.